ഈ മതേതര പോലീസിങ്ങിൻ്റെ ഏർപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് വളരെ ടാർഗറ്റ് ചെയ്ത് ഇതൊരു നിസ്സാരമായിട്ട് വിടാവുന്ന കാര്യമല്ല. രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഇതിൽ ശരിയുണ്ടെന്ന് വിചാരിക്കുന്ന കേരളത്തിൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയെടുക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ഇവിടുത്തെ സഹജീവനത്തിൻ്റെ, ഇവിടുത്തെ മതേതര ജീവിതത്തിൻ്റെ പരസ്പരം രാഷ്ട്രീയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയം ഉണ്ടാവാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം നടത്താം. പക്ഷെ മനുഷ്യരെ തമ്മിൽ അകറ്റാൻ ആസൂത്രിതമായി നടത്തുന്ന ഈ വൃത്തികെട്ട സംഘി കളിക്ക് നിന്നുകൊടുക്കാതിരിക്കാൻ CPM-നടക്കം ഒരു പാർട്ടി എന്ന നിലക്ക് അത് അവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് ഞങ്ങളുടെ വിചാരം. പക്ഷേ ഷംസീറിനെ പോലെയുള്ളവരുടെ അടുത്ത പ്രതീക്ഷ എന്ന് വെച്ചാൽ CPM-നകത്ത് പുതിയ ഫാക്ടറികൾ രൂപപ്പെട്ടു വരുന്നു. വിജയരാഘവൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു രണ്ടാമത്തെ ലോബി ശക്തമായി വരികയാണ്. പിണറായി വിജയൻ്റെ കാലം അവസാനിക്കാൻ. പക്ഷേ അവിടെ വരുന്നത് ആരാണ്? സ്വരാജിൻ്റെ ഏജുകാരായിട്ടുള്ള ഷംസീറിനെ പോലുള്ള ആളുകളാണ്. അവരും RSSനെ ഒരു സാധാ പാർട്ടി എന്ന നിലക്ക് കണ്ടാൽ കേരളത്തിൻ്റെ പ്രതീക്ഷ എന്താകും എന്നതാണ് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം. അതിനിടയിൽ ഈ പ്രശ്നത്തെ ഒരിക്കലോട് പറയുന്നു, എലത്തൂർ കേസിനെ ഈ ADGP പോലുള്ള ഒരു ക്രിമിനൽ അന്വേഷിച്ച കേസ് നിർബന്ധമായും കേരളത്തിൽ പുനരന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് അഭിപ്രായം. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ആ കേസിൻ്റെ ഉടനീളം സംശയാസ്പദമാണ്. കേരളത്തെ ഉത്തരേന്ത്യക്ക് സമാനമായ ഒരു വർഗീയ കലാപം നടക്കുന്ന ഒരു സ്റ്റേറ്റാക്കി മാറ്റാനുള്ള ആസൂത്രിത ശ്രമം. രണ്ടാമത്, കർണാടകയുമായി കേരളം അത്ര ഒട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ഇയാൾ മഹാരാഷ്ട്രയിൽ വന്നിട്ട് എലത്തൂർ വന്നിട്ട് പെട്രോൾ പമ്പ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കർണാടക തെരഞ്ഞെടുപ്പ് May 10 നടക്കുന്ന കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഉത്തരേന്ത്യയിൽ കാണുന്നതിന് സമാനമായ ഒരു അട്ടിമറിക്ക് ശ്രമം നടത്തി. ഇതൊന്നും ഇയാൾ കൊടുത്ത കേസിന്, ഫ്രെയിം ചെയ്ത കേസിലില്ല, കേസ് ഷീറ്റിലില്ല. ഇയാൾ പറഞ്ഞ ഇയാളൊരു സിംഗിൾ തീവ്രവാദിയാണ്, ഇയാൾ ഒറ്റയ്ക്ക് ചെയ്ത പണിയാണ് എന്നാണ് ഈ പറഞ്ഞതൊക്കെ. 9 പേരെ തീപ്പൊള്ളലേറ്റിച്ചത്, 3 പേരെ കൊന്നത്, അവരെ തള്ളിയിട്ടതാണോ, അവർ വീണതാണോ, പോലീസ് എന്തേ ആ സമയത്ത് ഇത് കാണാതെ പോയത്, 3 മനുഷ്യർ മരിച്ചു വീണത് എന്തേ കാണാതെ പോയത്? ഇതൊന്നും യാതൊരു അന്വേഷണം നടന്നിട്ടില്ല. ADGP അജിത് കുമാർ നടത്തിയ കേസ് ഇത് മാത്രമല്ല. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ ആ നടപടി കൊണ്ട് അവസാനിക്കുന്നില്ല. അയാൾ ഇടപെട്ട കേരളത്തിലെ എല്ലാ കേസുകളും പുനരന്വേഷണം നടത്തേണ്ടതുണ്ട്, നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് അഭിപ്രായം. ADGPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് 10 മാസം. അവർ കൊടുത്ത കേസാണ് ഇപ്പോൾ NIA കോടതിയിൽ നിൽക്കുന്നത്. NIA ചുമതലപ്പെടുത്തിയത് ADGP അജിത് കുമാറാണ് കേസ് ലീഡ് ചെയ്തത്. ഉണ്ടാക്കിയതാണ് ഈ കേസ്. നോ CM അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ഡീപ് സ്റ്റേറ്റ് ലീഡ് ചെയ്തത് പിണറായി വിജയനാണ്. തൃശ്ശൂർ പോലും മകൾക്ക് വേണ്ടി വിട്ടുകൊടുത്തത് പിണറായി വിജയനാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇതിലെ മുഖ്യപ്രതി. ഇതിങ്ങനെ കേസിനെ ലാഘവവൽക്കരിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി റെസ്പോൺസിബിൾ പേഴ്സൺ ആവുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ടല്ലോ. അയാൾ ഇവിടുത്തെ രാജ്യത്തെ ചീഫ് മിനിസ്റ്റർ അല്ലേ. ഇവിടെ എല്ലാ ആളുകൾക്കും ബോധ്യമുള്ള കാര്യം എന്താ മുഖ്യമന്ത്രിക്ക് ബോധ്യമാവാത്തത്? എന്തേ ഞാൻ ചോദിച്ചല്ലോ, 350% ഒരു ജില്ലയിൽ കേസ് വർദ്ധിക്കുമ്പോൾ ആ ഒന്ന് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ലേ? മലപ്പുറം ജില്ലയിൽ വെച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ട്രാക്ക് റെക്കോർഡ് മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ 2016 മുതൽ മലപ്പുറത്തിലെ SP-മാർ, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ മതി എത്രമേൽ വലിയ അജണ്ടയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ് സ്റ്റേറ്റ് അജണ്ടയാണ് നടപ്പിലാക്കിയെന്ന് മനസ്സിലാവാൻ. വേണ്ട, ഞാൻ ചോദിച്ചതിന് ഒരു കാര്യത്തിൽ നിങ്ങൾ ഉത്തരം പറ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഇതേ പ്രതി ആ ട്രെയിനിൽ നേരെ കണ്ണൂരിൽ പോയി ഇറങ്ങാൻ, അവിടെ 3 മൃതശരീരങ്ങൾ പത്രക്കാർ കണ്ടുപിടിച്ചതാ? അല്ലല്ലോ. 3 പേര് മരിച്ചു കിടക്കണത് ആരാ കണ്ടത്? ഒരു പോലീസ് നിങ്ങൾ ട്രെയിനിൽ ചെയിൻ വലിച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടോ? ട്രെയിനിൽ യാത്ര ചെയ്യുന്നല്ലേ, വന്നിങ്ങനെ അടിച്ചു നോക്കൂ ആൾ വന്നിട്ട്. ആദ്യം ചെയ്യുന്ന പണി അതാണ്. ആ 3 ബോഡി എവിടുന്നാണ് വന്നത്? എന്തെങ്കിലും മീഡിയ പ്രവർത്തകർ നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നോ? ഒന്ന് ഈ പ്രതി ഇത്രമേൽ ആസൂത്രിതമായ ആണെങ്കിൽ ഇയാളുടെ ഓൾ ഡീറ്റെയിൽസും അവിടെ വെച്ചിട്ട് ഇയാൾ കണ്ണൂർ പോയി ഇറങ്ങിയിട്ട് കണ്ണൂരിൽ നിന്ന് കയറിയിട്ട് മഹാരാഷ്ട്ര എത്തിയിട്ടാണ് ആൾ പിടിക്കുന്നത്.
ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ ഞങ്ങൾ കുട്ടി ചോര വാർന്ന് മരിച്ചു എന്നാണ്. സ്വാഭാവികം എന്ന് പറയരുത്, അത് സ്വാഭാവിക, അസ്വാഭാവികം. ഇയാളല്ല ഇന്ന് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, ഞാൻ ഇതിൻ്റെ ദുരൂഹത പറയണത്. എങ്ങനെ കേസിനെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ഞാനാരാ? ആ അതൊക്കെ കേസിലുള്ളല്ലേ? ആ ആ ആ ആ ആ ആ ഇതൊക്കെ ചെയ്ത ഒരാളെ കണ്ടിട്ട് ഇതേ ട്രെയിനിൽ അയാൾ പൊള്ളലേറ്റ ആൾ കണ്ണൂർ പോയി ഇറങ്ങിയിട്ട് മഹാരാഷ്ട്രയിൽ പോകുമ്പോൾ ആരും കണ്ടില്ല, ആരും കണ്ടില്ല. ഇയാളുടെ ഈ പയ്യൻ്റെ വാപ്പ മരിച്ചുപോയത് അയാൾ ഷഹീൻ ബാഗിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനി വേറെ ചോദിക്കട്ടെ, ഇതേ അജിത് കുമാർ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താ അറിയോ? ഷഹീൻ ബാഗ് തന്നെ എന്നാണ്. ഷഹീൻ ബാഗ് എന്താ? ഷഹീൻ ബാഗ് നാഗ്പൂരാ? രാജ്യത്തിലെ പൗരത്വത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് തീവ്രവാദം. അജിത് കുമാർ എത്രമാത്രം കറപ്റ്റഡ് ആണോ, എത്രമാത്രം സംഘിയാണോ, അയാളുടെ അന്വേഷണത്തിനും അയാളുടെ ഇടപാടുകളിൽ അതുണ്ട്. ഈ കേസ് ഇത്ര നിസ്സാരമായി വിടാവുന്ന കേസല്ല. 2010 മെയ് 2023 മെയ്യിലെ കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ച മുമ്പ് ഇത് നടക്കുന്നതിൽ എന്താ അർത്ഥം? ബാക്കിയുള്ളവരൊക്കെ ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത പൊട്ടന്മാരാണ്. അന്ന് സംശയിച്ചിട്ടുണ്ട് ഇത് കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്ന് അന്ന്. കാരണം അല്ല, ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്? ആരാ പ്രതികരിക്കാത്തത്? വേണ്ട വേണ്ട, പ്രതികരിച്ച മാതൃമില്ല ഇവിടെ ഇല്ലേ? മാതൃമില്ല ഇവിടെ പ്രതികരിച്ച മാതൃമിൻ്റെ ആളിരിക്കില്ലേ? മാതൃമിൻ്റെ 3 പേരുടെ പേരിൽ കേസ്, നിങ്ങളെ കൂട്ടത്തിൽ 3 പേരുടെ പേരിൽ. ആ കേസിന്റെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ കർണാടക ബന്ധം മാത്രം പറയല്ല, പറയുമ്പോൾ എല്ലാം പറയണല്ലോ. നിങ്ങൾ ആ നിങ്ങൾക്ക് മേലിൽ പറ്റുമ്പോൾ മാത്രമാക്കി പ്രശ്നമെന്ന് ഇത് അത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് വളരെ നിഷ്പക്ഷമായ ചോദ്യം അല്ല എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. കാരണം 3 പത്രപ്രവർത്തകർ മുമ്പിൽ പോകുന്ന പോലീസ് വണ്ടിയുടെ ബാക്കിൽ നിന്ന് ക്യാമറയിൽ പിടിക്കുകയാണ്. അവരൊരു ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ല, അവർ പോലീസ് വണ്ടിയെ ക്രോസ് ചെയ്തിട്ടില്ല, പോലീസുകാരോട് നിങ്ങൾ എവിടുന്ന വരുന്നതെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം നടത്തിയ രാജ്യത്ത്?